ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ജോലിയും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ജോലിയും കഴിഞ്ഞ് വന്നിട്ടുള്ള കലാപരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പുറത്ത് ബഹളം കേൾക്കുന്നുണ്ട്. പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ചാള മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മല്ലിയും മുളകും ഒന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. ചാള മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മല്ലിയും മുളകും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പട്ടിയുടെ ബഹളത്തിൽ കേൾക്കാൻ പറ്റുമോ എന്തോ എൻ്റെ സൗണ്ട്. പോരാത്തിന് അപ്പുറത്ത് അനിയത്തിക്കുട്ടിയും എന്തൊക്കെയോ കിടന്ന് അലയ്ക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടുകാരും തമ്മിൽ കഥ പറയുന്നുണ്ട്. എനിക്ക് ആരോടും കഥ പറയാൻ സമയമില്ല കേട്ടോ. ഞാൻ എൻ്റെ അയൽവക്കക്കാരുടെ അടുത്തൊക്കെ മിണ്ടിയിട്ടും കഥ പറഞ്ഞിട്ട് നാളുകളല്ല മാസങ്ങളോളമായി. എന്തെങ്കിലും ഒക്കെ വിശേഷം ഉണ്ടെങ്കിൽ ഫോൺ വഴിയാണ് ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇതിനിടയിൽ വീഡിയോ എടുക്കുന്നുണ്ട്, ലൈവ് വരുന്നുണ്ട്, നമ്മളേതായ ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് കഥ പറയാനും കാര്യം പറയാനും ഉള്ള ഒരു സമയവും ഇല്ല കേട്ടോ. ഇത്തിരി 10 മിനിറ്റെങ്കിലും വൈകുന്നേരങ്ങളിൽ അവരോട് പോയി കഥ പറയാനുള്ള സമയമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പിന്നെ അതിൻ്റെ വ്യക്തത അറിയാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്തൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു 2-3 വർഷം കൊണ്ട് എൻ്റെ പോക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഒരു 2-3 വർഷം കൊണ്ട് എൻ്റെ ജീവിതം പോക്കിങ്ങനെ. ആരെ കാര്യത്തിലും തലയിടക്കില്ല. ആര് വന്നാലെന്ത് പോയാലെന്ത് ഇതൊന്നും ഞാൻ അന്വേഷിക്കാറേ ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ മല്ലിയും മുളകും ഇവിടെ മൂത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അപ്പം ഞാൻ മാറ്റിയിട്ട് കാണാം. കരിയുന്നുണ്ട് കേട്ടോ. മല്ലിമുളക് വറുത്ത ചട്ടിയിൽ തന്നെ മീൻ വറുക്കായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിമുളക് വറുത്ത ചട്ടിയിൽ തന്നെ മീൻ വറുക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ചാള മീനിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി ഇല്ല കേട്ടോ. ചെറിയ ഉള്ളിൽ ഞാനൊരു സവാള കട്ട് ചെയ്തെടുത്ത് ഇച്ചിരി പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിമുളക് നേരത്തെ വറുത്തതെടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് എടുത്തിട്ടുണ്ട്. ഉലുവ വറുത്തതെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി. അപ്പോൾ എന്തോന്നൊക്കെയാണ്? സവാള, പുളി, മല്ലിമുളകും, ഉലുവ, കുരുമുളക്, മഞ്ഞൾപ്പൊടി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഒരു പൊടിക്ക് തേങ്ങ കേട്ടോ. ഒരു പൊടിക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും എപ്പോഴും മീൻ അരയ്ക്കുമ്പോഴൊക്കെ തേങ്ങ എടുക്കുന്നില്ല, ഒരു പൊടിക്ക് തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ പാചകം പലർക്കും പല രീതിയാണ് കേട്ടോ. എൻ്റെ പാചകമായിരിക്കില്ല നിങ്ങൾക്ക്. ചിലർ കുടംപുളി ഇട്ടൊക്കെയാണ് കറി വയ്ക്കുന്ന, തേങ്ങ ചേർക്കാറില്ല. നമ്മളങ്ങനെയല്ല. അപ്പം നമ്മൾ പാചകം പലരും പല രീതി, പല ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ എൻ്റെ രീതികളും എൻ്റെ പാചകമൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. പുളിമുളകും തേങ്ങ ചേർക്കാനും വെക്കാം കേട്ടോ. മല്ലിപ്പൊടിയും തേങ്ങയൊന്നും ചേർക്കാണ്ട് വെറും സവാളയൊക്കെ ഇട്ട് അരച്ച് പുളിമുളകും അരയ്ക്കാം. ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്, മല്ലിമുളകും വറുത്തും എടുത്തിട്ടുണ്ട്. മല്ലിമുളകും വറുക്കാണ്ട് വെറും പച്ചമുളകുണ്ട്, വെറും നമ്മൾ വറുക്കാത്ത മുളക് പൊടി ഉണ്ടല്ലോ, ആ മുളക് പൊടിയും സവാളയൊക്കെ ഇട്ട് അരച്ച് വെച്ചാലും നന്നായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിലെ ഒരു രീതികളാണ്. ഇനി നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാ മീനും മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരച്ചെടുക്കട്ടെ. ഞാൻ മീൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മീൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ പോയിട്ട് കയ്യിൽ ഫോൺ പിടിച്ചിട്ടേ ചെയ്യാൻ പാടാണ്. ഇതൊക്കെ കറി കലക്കി വെച്ച് കൊടുക്കട്ടെ.
പോകാമോ ആരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ നമുക്ക് ബാലൻസ് കിട്ടില്ല ഒരു കൈയിട്ട് എന്നുവെച്ചാൽ ഫോണ് കയ്യിലിരിപ്പുണ്ട് ശ്രദ്ധ വീഡിയോ പതിയുന്നുണ്ടോ മീന് മറിച്ചിടാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഭയങ്കര ഒരു മനസ്സല്ലേ ഉള്ളൂ ഒരു മനസ്സ് ഒരു ബ്രെയിനും ഒക്കെ അല്ലേ ഉള്ളൂ അത് എവിടോട്ടൊക്കെ പോകും മീൻ മറിച്ചിടുന്നതിൽ പോകുമോ വീഡിയോ എടുക്കുന്നതിൽ പോകുമോ നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ തന്നെ പറഞ്ഞിടൂ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ഗ്യാസ് കത്തിക്കാൻ ഒരു വൈഷമ്യം ഒരു പേടി അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ച് കറിയൊക്കെ അടുപ്പിൽ വെക്കട്ടെ കറി വെന്തതിന് ശേഷം കാണിച്ചു തരാം എന്തൊക്കെയാ കറികളെന്ന് സുഹൃത്തുക്കളെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഐഡിയ മാറുന്നത് കേട്ടോ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഐഡിയ മാറുന്നത് ഞാൻ അങ്ങനെയാണ് ഞാനൊന്നും വിചാരിച്ചുകൊണ്ടല്ല അടുത്ത് പാചകം ചെയ്യുന്നു വരുമ്പം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു കാര്യമായിരിക്കും ഓർക്കണത് പക്ഷെ ചെയ്ത് വരുമ്പോഴത്തേക്ക് പ്ലാനിങ് മാറും നിങ്ങളും ഇങ്ങനെയൊക്കെയാണ് ഞാനിതൊക്കെ അവിയലിന് അരിയാൻ വേണ്ടിയിട്ട് കണ്ടോ അവിയലിന് അരിയാൻ വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഐഡിയ മാറി കാരണം എന്താണെന്ന് വെച്ചാൽ അവിയൽ വെച്ചാൽ നമുക്ക് വേറൊരു കറിയും കൂടെ വെക്കണം വേറൊരു കറിയും കൂടെ വെക്കണമെങ്കിൽ ഉണ്ടല്ലോ തക്കാളി ഇല്ല രസം വെക്കണമെങ്കിൽ തക്കാളി വേണം ഒഴിക്കാൻ വെക്കണമെങ്കിൽ തക്കാളി വേണം തീയൽ വെക്കണമെങ്കിൽ തക്കാളി വേണം തക്കാളി ഒരെണ്ണം ഇല്ലായിരിക്കുമ്പോഴേ എൻ്റെ കൈ ഉണ്ടാക്കളെ പണിയെടുക്കണ കൈയാണ് വെയിലത്ത് പണിയെടുക്കണ കൈയാണ് അതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ നമ്മൾ പണിയെടുക്കാതിരുന്ന നമ്മുടെ കൈയിനൊക്കെ ഗ്ലാമർ കൂടും അപ്പോഴുണ്ടല്ലോ ഞാൻ തക്കാളിയാണ് ഇന്നത്തെ താരം തക്കാളിയാണ് കേട്ടോ ഏത് കാര്യവും അങ്ങനെ തന്നെ സുഹൃത്തുക്കളെ ഒരെണ്ണം ഇല്ലെങ്കിലേ നമുക്കതിൻ്റെ വില എത്രമാത്രം വലുതാണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ തക്കാളി ഇല്ലാത്തത് കൊണ്ട് രസം വെക്കാൻ പറ്റൂല അടുത്ത കടയുണ്ട് കടയിൽ പോയി വാങ്ങാം എനിക്കിനി പോകാനൊന്നും വയ്യ പിന്നെ തക്കാളി ഇല്ലെങ്കിൽ നമുക്ക് രസം വെക്കാൻ പറ്റൂല ഒഴിച്ചുകറി വെക്കാൻ പറ്റൂല ഇപ്പം മീനിനും തക്കാളി ഇല്ലാണ്ടാണ് ഞാൻ വെച്ചത് മീനിനും തക്കാളി ഇല്ലാതെയാണ് വെക്കുന്നത് നിങ്ങൾ കണ്ടാണ് പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ അപ്പോൾ തക്കാളി ഇല്ലാണ്ട് രസം വെക്കാൻ പറ്റൂല ഒഴിക്കാൻ വെക്കാൻ പറ്റൂല തീയൽ വെക്കാൻ പറ്റൂല അപ്പം ഞാൻ അവിയലിന് വെക്കാമെന്ന് പറയും അവിയലിന് അരിഞ്ഞപ്പോഴത്തേക്കാണ് അവിയൽ വെച്ചാൽ മീൻ കറി അവിയലും കൂടെ ആകുമ്പോൾ നമുക്ക് ഒഴിക്കാനും കൂടെ ഇല്ലെങ്കിൽ പറ്റൂല അപ്പോൾ പെട്ടെന്ന് പ്ലാനിങ് മാറി ഞാൻ ചന്തയിൽ പോയപ്പം കുറേ ദിവസമായി കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഒടിഞ്ഞ് കമന്ന് കിടക്കണം നൂരാൻ വയ്യ അതിന് വാളക്കരുവാട് പൊരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണേ പൊരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ കഥ പറഞ്ഞ് വീഡിയോക്ക് ലെന്ത് കൂടി പോകുമെന്തോ പൊരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് ഞാൻ ഇന്നലെ ഒരു പീസ് എടുത്ത് പൊരിച്ചപ്പോൾ ഉപ്പ് രസം അപ്പോൾ അത് കറി വെച്ചാൽ കൊള്ളാമില്ലെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കറി വെക്കാൻ പോകുന്നു അപ്പം ഞാൻ അവിയലിന് അരിഞ്ഞ വാഴയ്ക്കയും പിന്നെ പീയണിക്ക എടുത്ത് കേട്ടോ വാഴയ്ക്കയും കത്തിരിക്കയും പീയണിക്കയും കൂടെ ഇട്ട് ഉണക്കമീനുണ്ടല്ലോ ഉണക്കമീൻ കറി വെക്കാമെന്ന് കരുതി അപ്പോൾ ഇനി ഞാൻ ഒന്നും കാണിക്കില്ല കേട്ടോ എല്ലാം വെച്ചതിന് ശേഷം കാണിച്ചു തരാം ഞാൻ കഥ പറഞ്ഞ് ഇതൊക്കെ കാണിച്ച് വീഡിയോയ്ക്ക് ലെന്ത് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓക്കെ എല്ലാമായിട്ട് നമുക്ക് കാണാം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ പ്രത്യേകിച്ച് പുതുമ പറയാനാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി വീഡിയോസ് എടുത്ത് അതെല്ലാം കണക്കാണ് എൻ്റെ പാചക വീഡിയോ ആയാലും എൻ്റെ വീട്ടിലെ വിശേഷമായാലും എവിടെ ട്രാവൽ വീഡിയോ ആയാലും ഒക്കെ കണക്ക് തന്നെയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അത് കഷ്ടപ്പെട്ട് നമ്മൾ വേറെ വീഡിയോ എടുക്കേണ്ട കാര്യമില്ല കാണുന്നവർ കാണട്ടെ വീട്ടിലെ വിശേഷം തന്നെ ഇടാമെന്ന് കരുതി അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വെക്കട്ടെ നമ്മളെ ചാളമീൻ ഏതാണ്ട് ഇവിടെ റെഡിയായി ഇറക്കാനായിട്ടുണ്ട് കേട്ടോ ചാളമീൻ ഏതാണ്ട് ഇറക്കാനായിട്ടുണ്ട് കരുവാട് കണ്ടോ ഉണക്കമീൻ വാളക്കറി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു അയ്യോ ചെല്ലങ്ങളെ മുളകുണ്ട് നിങ്ങളെ കാണിക്കാതെ ഞാനും കാണൂലായിരുന്നു കേട്ടോ മുളക് കീറിയാണോ കീറാതെയാണോ കിടക്കണം
എന്തൊരു പാടാണ്, എന്തൊരു പാട്. മുഴുവന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ ഇരുന്ന് റെഡിയാവട്ടെ. കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടപ്പൊക്കെ തുറന്ന് വെച്ചത്. അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് കാണണോ വേണ്ടേ? ഇത്രയൊക്കെ പോരെ, ഇത്രയൊക്കെ മതി കേട്ടോ. വാളമീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചാളമീൻ എത്തി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ചാള വറുത്തത്, ചാളക്കറി, വാളമീൻ, ഉണക്ക വാളമീൻ, കരുവാട് കറി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇനി എനിക്ക് വേറൊരു ജോലിയുണ്ട്, അത് വീഡിയോ എടുക്കാൻ പറ്റും എടുക്കാം. അപ്പോൾ ടാറ്റ ബൈ ബൈ പറയണോ? അത് വേറെ എന്തെങ്കിലും കൂടെ കാണിക്കണോ?